നമ്മൾ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഇതാണ് NPS വേഴ്സസ് മ്യൂച്വൽ ഫണ്ട്. ടാക്സ് ബെനിഫിറ്റിന്റെ കേസിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ NPS ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഈ 80C പുറമെ നമുക്ക് 80CCD1B എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ഒരു 50,000 നമുക്ക് ഒരു അധികമായിട്ടുള്ള ആനുകൂല്യം നമുക്ക് ലഭിക്കും ടാക്സിന്റെ ആംഗിൾ. എന്നാൽ മ്യൂച്വൽ ഫണ്ടിലോ ELSSന് 80Cയിൽ 1.5 ലക്ഷം ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്നാൽ അധിക ആനുകൂല്യങ്ങൾ അത് കൂടാതെ മ്യൂച്വൽ ഫണ്ടിൽ കിട്ടില്ല എന്നുള്ളതാണ്. ഇനി ലിക്വിഡിറ്റി നോക്കിക്കഴിഞ്ഞാൽ NPSൽ നമുക്ക് 60 വയസ്സ് വരെ ലോക്കിനാണ്. അപ്പോൾ നമുക്ക് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വിഡ്രോവൽ ഓപ്ഷൻ ആണ് നമുക്ക് NPSൽ 60 വയസ്സിന് മുൻപ് പറ്റുള്ളൂ. എന്നിട്ട് മെഡിക്കൽ എമർജൻസി അങ്ങനെയൊക്കെ വരുന്ന സമയത്ത്. പക്ഷേ ലിക്വിഡിറ്റിയുടെ കാര്യത്തിൽ മ്യൂച്വൽ ഫണ്ട് ഹൈ ലിക്വിഡ് ആണ്. നമുക്ക് ഈ ELSSൽ മാത്രം നമുക്ക് 3 കൊല്ലം ലോക്കിൻ പീരീഡ് ആണ്. പക്ഷെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ പറ്റും ഇവിടെ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ. ഇനി റിട്ടേൺസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ NPSലാണെങ്കിൽ ഒരു മോഡറേറ്റ് റിസ്ക് ആണ്. അപ്പോൾ ഒരു മോഡറേറ്റ് റിട്ടേണും കൂടെ മാത്രമേ അതിൽ കിട്ടുള്ളൂ. മ്യൂച്വൽ ഫണ്ട് ഹൈ റിസ്ക് ഉള്ള സ്കീമുകളുണ്ട്, ഹൈ റിട്ടേൺ ഉള്ള സ്കീമുകളുണ്ട്. ഇനി കോസ്റ്റ് ആണെങ്കിൽ NPS ശരിക്കും പറഞ്ഞാൽ ഫണ്ട് മാനേജ്മെന്റ് ചാർജസ് വളരെ കുറവാണ്. അതൊരു കമ്പാരിറ്റീവ്ലി മ്യൂച്വൽ ഫണ്ട് വെച്ച് നോക്കുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ടിൽ NPS വെച്ച് നോക്കുന്ന സമയത്ത് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. എക്സ്പെൻസ് റേഷ്യോ കോസ്റ്റിന്റെ കാര്യത്തിൽ. ഇനി റിട്ടയർമെന്റ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് NPS ആണെങ്കിൽ ഒരു പ്യൂർ ആയിട്ടുള്ള റിട്ടയർമെന്റ് ടൂളാണ്. മീഡിയം റിസ്ക് മീഡിയം റിട്ടേൺ അങ്ങനത്തെ ഒരു ലിക്വിഡിറ്റി ഒന്നും ഇല്ലാതെ ഒരു 60 വയസ്സ് കഴിയുമ്പോൾ പ്യൂർ ആയിട്ട് നിങ്ങൾക്ക് റിട്ടയർമെന്റ് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി മാത്രം സേവ് ചെയ്യാൻ പറ്റുന്ന സ്കീമാണ് NPS. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ജനറൽ ഒരു വെൽത്ത് ക്രിയേഷൻ ആണ്. അതൊരു ഫോക്കസ് ആയിട്ടുള്ള റിട്ടയർമെന്റ് ഒരു ഓപ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ റിട്ടയർമെന്റ് ഓപ്ഷനായിട്ട് നമുക്കൊരു യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു സ്കീമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് സേവിങ്സ് ആവശ്യമാണെന്നുള്ളതാണ് ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത്. നമുക്ക് സേവിങ്സ് വേണം. അപ്പോൾ നമ്മൾ സേവിങ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ NPS ആയാലും മ്യൂച്വൽ ഫണ്ട് ആയാലും ടാക്സ് സേവിങ്സും അതുപോലെ റിട്ടയർമെന്റിന് ഫോക്കസ് ചെയ്യുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ NPS ആണ് കുറച്ചും കൂടെ നല്ലതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ കുറച്ച് ഉയർന്ന റിട്ടേൺ നല്ല റിട്ടേൺസും ഒക്കെ അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടാണ് കുറച്ചുകൂടെ നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ബെസ്റ്റ് സ്ട്രാറ്റജി എന്താണ് നമ്മൾ പറയുമ്പോൾ രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. NPS നമ്മൾ തുടങ്ങുക, ടാക്സ് ബെനിഫിറ്റ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മ്യൂച്വൽ ഫണ്ട് നമ്മൾ തുടങ്ങുക ഒരു വെൽത്ത് ക്രിയേഷൻ എന്നുള്ളതിൽ. അപ്പോൾ അതുകൊണ്ട് റിട്ടയർമെന്റിനും നമ്മുടെ ലൈഫ് ഗോളിനും എന്താണ് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ബാലൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും റിട്ടയർമെന്റും പ്ലാൻ ചെയ്യണം എല്ലാവരും. കാരണം നമുക്ക് എന്താ പറയുക, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസ്ക് എന്ന് പറയുന്നത് ഒരു 60-70 വയസ്സ് നമ്മുടെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്ത് നമുക്ക് വരുമാനമില്ലാതെ എങ്ങനെ ജീവിക്കും എന്നുള്ളതൊരു വലിയൊരു ചോദ്യചിഹ്നമാണ് നമ്മുടെ എല്ലാവരുടെയും മുൻപിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സേവിങ്സ് ഉണ്ടാവണം, റിട്ടയർമെന്റ് പ്ലാനിങ് ഉണ്ടാവണം. നിങ്ങൾ NPS ചെയ്താലും മ്യൂച്വൽ ഫണ്ട് ചെയ്താലും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് കുറച്ച് പൈസ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ റിട്ടയർമെന്റിന് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും സേവ് ചെയ്ത് വെക്കണം.